ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് റെഡി ആയിട്ടിരിക്കുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിലോട്ട് പോകാനാണ്. ഈ വരച്ച ഈ പെയിൻറ്റിങ് ശ്രേയയുടേതാണ് കേട്ടോ. അവൾ നന്നായിട്ട് ചിത്രം വരക്കും, അനിയത്തിയാണ്. അപ്പോൾ അവൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പറശ്ശിനിക്കടവ് മുത്തപ്പനെ വരച്ചിട്ട് അവിടെ ഒന്ന് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് സമയം ഒത്തു വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അമ്മയും അച്ഛനും അനിയത്തിയും പിന്നെ ഏട്ടനും എൽവിയും കൂടിയിട്ടാണ് പോകുന്നത്. ഇതാ കാണുന്നതാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഈ പാലത്തിലൂടെയാണ് പോകേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെത്തുന്നതിനിടയ്ക്ക് ഒരുപാട് ചന്തകളുണ്ട് കേട്ടോ. രണ്ട് സൈഡിലായിട്ട് ഒത്തിരി കടകളാണ് ഇത് നിറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. ഫാൻസി ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇത് ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും കുട്ടികളുടേതായാലും, പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ്സും കാര്യങ്ങൾ, അലുവ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഏതുവിധ സാധനങ്ങളായാലും ഇവിടുന്ന് നമുക്ക് വാങ്ങാം. അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്പലത്തിലോട്ടേക്ക് നേരെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ പറയാൻ മാത്രമുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് കുറച്ചങ്ങനെ ആൾക്കൂട്ടം കുറവാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ പുഴയിലോട്ടേക്ക് പോയി കാലൊക്കെ കഴുകി എന്നിട്ട് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ളിലുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ പോയി കാലൊക്കെ കഴുകിയിട്ട് ഇനി ഉള്ളിലോട്ടേക്ക് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് അധികം വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മനസമാധാനത്തോടെ കുറച്ച് സമയം അവിടേക്ക് നിന്നിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. ഇതിപ്പോൾ ബോട്ട് ചട്ടീൻ്റെ ഈ സൈഡിൽ ഞങ്ങൾ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാനാണ്. അവിടെ നല്ല ചായയും അതുപോലെ തന്നെ മമ്പാരി പൊങ്ങിച്ചത്, പിന്നെ അതിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ളതാണ് അവിടുത്തെ പ്രസാദം. ഇതാണ് അവിടെയുള്ള പ്രസാദം, ചായയും മമ്പാരും. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളിവിടെ ബോട്ടിൻ്റെ സൈഡിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൽവിക്ക് ഒരാഗ്രഹം ഇപ്രാവശ്യം ബോട്ട് കയറണമെന്ന്. കയറിയിട്ടുണ്ടായിരുന്നു 2-3 തവണ വന്നിട്ടുള്ളപ്പോൾ ഞങ്ങൾ ചെറിയ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇപ്രാവശ്യം നമ്മൾ കയറുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ എൽവി പിന്നെ വിടുന്നില്ല, കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഒന്ന് കയറാമെന്ന് കരുതി. അമ്മയും അച്ഛനും വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ മുന്നേ കയറിയതല്ലേ, അതുകൊണ്ട് വരുന്നില്ല, അവൻ്റെ ആഗ്രഹമല്ല, നിങ്ങൾ കയറിയിട്ട് വാന്ന് പറഞ്ഞു. പിന്നെ അമ്മയും അച്ഛനും ഇത് ഇവിടെ വഴിപാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളാട്ടത്തിൻ്റെയൊക്കെ വഴിപാടിന് കൊടുത്തു, അതിൻ്റെ പ്രസാദമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അവർ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അനിയത്തിയും ഏട്ടനും എൽവിയും കൂടിയിട്ട് ബോട്ടിൽ കയറാൻ പോയി. ഇത് കുറച്ച് വലിയ ബോട്ടാണ്. ഇത് ആദ്യത്തെയൊക്കെ ഞങ്ങൾ കയറിയതൊക്കെ ചെറിയ ചെറിയ ബോട്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. ഞങ്ങൾ ആദ്യമുള്ള ടൈമിലൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഇത് ഉള്ളത് വലിയ ബോട്ടാണ്. അങ്ങനെ ആ വലിയ ബോട്ടിലാണ് കയറിയത്. നമ്മൾ മുകളിലത്തെ നിലയിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എന്തായാലും പൈസ മുതലാക്കിയെന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനും കാണാം കുറച്ചും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം കയറിയപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അധികം വലിയ ആൾക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. സമാധാനത്തോടെ നല്ല ശാന്തമായിരുന്ന് കുറച്ച് സമയം എൻജോയ് ചെയ്തു കേട്ടോ. ഒരു 1/4 മണിക്കൂറോളം ബോട്ടിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഇതാ സന്ധ്യാസമയമായപ്പോൾ നല്ല സൂര്യാസ്തമയത്തിനൊക്കെ ആ ഒരു നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയി. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് ബോട്ടിൽ കുറച്ച് സോങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ബോട്ട് യാത്ര. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇപ്പം മടങ്ങി അമ്പലത്തിൻ്റെ സൈഡിലോട്ടേക്ക് എത്താനായിട്ടുണ്ട്. ബോട്ട് ചട്ടി എത്താനായിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മിറർ കണ്ടപ്പോൾ അതിനെയും വിട്ടില്ല. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഐസ്ക്രീമിൻ്റെ അവിടെ പാർലർ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതിയിട്ട് അവിടെ പോയി. ഞാൻ വാനില ഫ്ലേവറാണ് വാങ്ങിയത്. എൽവി ഏട്ടനും ഒക്കെ ചോക്ലേറ്റിൻ്റെ കോൺ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. പിന്നെ ശ്രേയക്ക് മാംഗോ ബാറ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾ മാംഗോ ബാർ വാങ്ങി. പിന്നെ എല്ലാവരും ഒന്ന് വെറൈറ്റി വാങ്ങിയത് കൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. പിന്നെ മടങ്ങാൻ നേരം ഞങ്ങൾ മയിൽ വഴി വരുന്നത് കൊണ്ട് വേളം ക്ഷേത്രത്തിലൊന്ന് കയറാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. വേള അമ്പലത്തിൽ മയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടാവും. അതായത് 8 മണിയാകുമ്പോഴത്തേക്ക് അവിടുത്തെ നടയടക്കുക. ഞങ്ങൾ 7:30 കഴിയുമ്പോഴാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡായിരുന്നു. അവർ പറഞ്ഞ് വേഗം തൊഴുതിട്ട് പോയിക്കോ, 8 മണിയാകുമ്പോഴത്തേക്ക് നടയടക്കുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ വഴിപാടും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഉടച്ചിട്ട് ഉള്ളിലൊക്കെ കയറി വേഗം തന്നെ സ്പീഡായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ചന്ദനമൊക്കെ തൊട്ട് അങ്ങനെ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ അധികം ആൾക്കാരൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പുറത്തിറങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടേക്ക് പോയി. പിന്നെ അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ഇത് പൊറോട്ടയും കുറുമയും ഒക്കെ വാങ്ങിയത്. ഞങ്ങൾ അൽഫാമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ 3-4 പേരും അൽഫാം ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ടേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.